മാർക്കോ ആ സിനിമ വയലൻസ് ആണ്, പരമാവധി വയലൻസിന് എന്ത് ചെയ്യുന്ന വീരപരിവേഷം കൊടുക്കുകയാണ്, ഗ്ലോറിഫൈ ചെയ്യാണ്. എന്ന് മാത്രമല്ല അടുത്ത രണ്ടാം ഘട്ടം ഇതിനേക്കാൾ വയലൻസിൽ കൊണ്ടുവരാൻ പോകുന്ന ആവേശത്തോടെ പറയുകയാണ് അതിൻ്റെ സംവിധായകൻ ഇപ്പോൾ അത് ഉണ്ടാക്കിയ ആൾ. മാർക്കോ മൂവി ഇറങ്ങിയതിന് ശേഷം കുറെ ആൾക്കാർക്ക് നല്ല ചൊറിച്ചിലുണ്ട്. നമ്മൾ അത്യാവശ്യം എല്ലാവരെയും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും ഇത് കൂടി വരുവാണ്. പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കോ മൂവി കണ്ട് അതിനകത്ത് വയലൻസ് സീനുകളെല്ലാം ഇൻസ്പയർ ചെയ്തിട്ട് പുറത്തുപോയി അതുപോലെ കൊലപാതകങ്ങൾ നടത്തും എന്നൊക്കെയുള്ള രീതിയിലാണ് കുറെ ആൾക്കാർ സംസാരിക്കുന്നത്. അതായത് കുറെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ചാനൽ ചർച്ചയിൽ വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് വായി തോന്നുന്ന തോന്നിവാസങ്ങൾ പറയുന്നത്. ഇന്നലെ മീഡിയ വൺ ചാനലിനകത്ത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു പരിപാടിക്കകത്താണ് കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നത്. അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വേറെ ഒരു വാർത്ത വായിച്ചു തരാം. മാർക്കോ ക്ലൈമാക്സിലുള്ള ആ കൈ ആരും മറന്നു കാണില്ല. മാർക്കോ 2-ൽ വിക്രം ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. അതായത് മാർക്കോ 2-ൽ നമ്മുടെ തമിഴ് നടൻ വിക്രം ഉണ്ടാകുമെന്നാണ് ഇപ്പൊ നിലവിൽ ഒരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. എനിവേ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിലോ കാര്യങ്ങളിലോ ഒന്നും ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുമില്ല. പക്ഷെ നിലവിൽ ഇങ്ങനെ ഒരു സംഭവം കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സംഭവം ഉണ്ടല്ലോ വേറെ ലെവലാവും. കുറെ ഒമാരുടെയൊക്കെ കുരു പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉണ്ണിമൂന്തനെ കണ്ടുകൂടാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ എന്തായാലും ഈ ഒരു മൂവി ഇറങ്ങിയിട്ട് പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ ഈ സംഭവം വൻ രീതിയിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതും പോരാഞ്ഞ് ഈ മൂവി ഇപ്പം കൊറിയയിലും കൂടെ റിലീസ് ആക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ആ ഒരു കാര്യം കൂടെ ഉണ്ണിമൂന്തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഈ ഒരു സംഭവം ഒന്ന് വായിക്കാം. സോഷ്യൽ മീഡിയയിൽ ഇതോടെ ചൂട് പിടിച്ച ചർച്ചകളാണ് നടക്കുന്നത്. ഉണ്ണിയോടൊപ്പം വിക്രവും ഒന്നിക്കുവെന്ന രീതിയിലെത്തിയിരിക്കുന്ന വാർത്ത ഏവരും ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. തിയേറ്ററുകളിൽ മൂന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ മികച്ച കളക്ഷനുമായി എല്ലാ ഭാഷകളിലും നിറഞ്ഞ സദസ്സിൽ മാർക്കോ കുതിപ്പ് തുടരുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളൊരു ചെറിയൊരു പോർഷനാണ് ഞാനിപ്പോൾ വായിച്ചു തന്നിരിക്കുന്നത്. സംഭവം ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നതാണ്. മാർക്കോ 2-ൽ വിക്രം കാണുമെന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് എന്നാണ് പറയുന്നത്. എനിവേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ വേറെ ലെവലായിരിക്കും കേട്ടോ സാധനം. വയലൻസ് എന്ന് പറയുന്ന ഒരു സാധനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു പടം ഇറക്കിയത്. എന്തായാലും ആ വയലൻസ് എല്ലാവരും എൻജോയ് ചെയ്തതിന്റെ പേരിലാണ് ഈ ഒരു പടം ഇമാതിരി രീതിയിൽ ഹിറ്റായത്. ഇനി നമുക്ക് മീഡിയ വണ്ണിൽ വന്ന ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പരിപാടിക്കകത്ത് കുറച്ച് ആൾക്കാർ ഈ മൂവിയുടെ വയലൻസിനെ പറ്റിയിട്ടിരുന്ന് നല്ല രീതിയിൽ നെഗറ്റീവ് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. വയലൻസും ചോരക്കളിയും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിനിടയിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും? ദിവ്യ കണ്ട സിനിമ മാർക്കോയാണോ? മാർക്കോയും കണ്ടു, റൈഫിൾ ക്ലബ്ബ് കണ്ടു, പണി കണ്ടു, അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടു. ഓക്കെ, ഞാൻ മാർക്കോ കണ്ടില്ല. ഈ മാർക്കോ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണങ്ങളൊക്കെ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർക്കോയിൽ അത് എന്താണ് 18+ ആളുകൾ കാണേണ്ട സിനിമയാണ്, എയർ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ്. അതിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് അതിൻ്റെ ട്രെയിലറുകളിൽ നിന്നും മറ്റ് റിവ്യൂകളിൽ നിന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അത് കാണണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. മുതിർന്നവർ കണ്ടാൽ മതി എന്നുള്ളത്, മുതിർന്നവർക്ക് അത് അത്തരം ചിത്രം കാണുന്നവർ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അതിൽ ഈ പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ മാന്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് കാണേണ്ടവർ കണ്ടാൽ മതി. പ്രത്യേകിച്ച് എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു മൂവിയാണത്. അതായത് 18 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ ഈ മൂവി കാണിക്കാൻ പാടില്ല. കാര്യം ഇത് അല്ലാത്ത ആൾക്കാർ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ഇറക്കിയ ഒരു മൂവി തന്നെയാണ്. അതിനാണ് അത് എ സർട്ടിഫിക്കറ്റ് എന്ന് പറയണത്. ഓക്കെ, ഇനിയാണ് ഇതിനകത്ത് നിങ്ങൾ കേൾക്കേണ്ടത്. ഇതിന്റെ അപ്പുറത്തിരിക്കുന്ന വേറൊരു കക്ഷി ഈ മൂവിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് കാണാം. മാർക്കോ കാണേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ആ സിനിമ സാധാരണ വ്യത്യസ്തമായി അതിൻ്റെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, അല്ല അതിനെ മാർക്കറ്റ് ചെയ്തത് പോലും. ജഗദീഷിനെ കൊണ്ട് ഏതാണ്ട് എല്ലാ ഇൻ്റർവ്യൂവിലും പറയിപ്പിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ടില്ല എന്ന്. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ജഗദീഷിനെ കൊണ്ട് എല്ലാ ഇന്റർവ്യൂവിലും ഈ ഒരു വയലൻസിനെ പറ്റിയിട്ട് സംസാരിച്ചു എന്ന്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന്. ജഗദീഷിനെ കൊണ്ട് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തതെന്നാണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്നത്. ഞാൻ ജഗദീഷിന്റെ ഇന്റർവ്യൂ കാണുന്നതിന് മുന്നേ ഷറഫുദ്ദീന്റെ ഒരു ചെറിയൊരു പോർഷൻ ആയിരുന്നു കണ്ടത്. അതായത് ഈ വരാൻ പോകുന്ന ഒരു മൂവിക്കകത്ത് ഒരു നടൻ ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ ഇന്റർവ്യൂസ് തപ്പിപ്പോയ സമയത്ത് ജഗദീഷിനെ പറ്റിയിട്ട് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഇന്റർവ്യൂ ഇവിടെ വയ്ക്കാം. അപ്പം ഈ വാഴയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്പം എന്തൊക്കെയാണ് ഭാവിയിലെ പ്രോജക്ട്സ്. അപ്പം പിന്നെ എല്ലാം സ്ഥിരം ഇതേപോലെ അച്ഛൻ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛനൊന്നും അല്ല, ഒരിക്കലും എന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചില കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്, എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാർക്കോ എന്ന പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഷറഫുദ്ദീൻ വേറൊരു ഇന്റർവ്യൂവിൽ മറ്റേ ബൊഗൈൻവില്ലയുടെ പ്രൊമോഷൻ സമയത്ത് ഷറഫുദ്ദീൻ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ ഒരു സീനിയർ ആക്ടർ ഒരു റോള് ചെയ്തിട്ടുണ്ട്, അയ്യോ ആരും ചെയ്യുന്ന റോളല്ല, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പ്രൊമോഷൻ മാർക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ ആൾക്കാർ കാണുമ്പോൾ എന്താണ് മാർക്കോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സിൻസിയറായിട്ടുള്ള ആ കഥാപാത്രം എനിക്ക്
തരാനുള്ള ഒരു മനസ്സ് ഹനീഫ് അദേനി എന്ന സംവിധായകനുണ്ടായതിൽ എനിക്ക് അദ്ദേഹത്തോട് തീർച്ചയായിട്ടും വലിയ കടപ്പാടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു സ്ഥലത്തും ഞാൻ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയാൻ റെഡിയല്ല. എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് വളരെ എന്താ പറയുക നെഗറ്റീവ് എലിമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അപ്പോൾ ക്രൂവലായിട്ടുള്ള ഒരു കഥാപാത്രം, അതിനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഷ്യും അല്ല, ഒരു ക്രൂവലായിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഷെയ്ഡ്സ് അത് ഞാൻ പരമാവധി സിൻസിയറായിട്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ജഗദീഷ് ചേട്ടൻ സംസാരിച്ചത്. ഈ ഒരു സാധനമാണ് ഈ ഒരു പുള്ളി ഇങ്ങനെ പറഞ്ഞത്, മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു എന്നൊക്കെയുള്ള രീതി. ആ ഒരു മൂവി ഇറങ്ങിയപ്പം തന്നെ മോസ്റ്റ് വയലന്റ് മൂവി എന്നുള്ള രീതി തന്നെയാണ് ആ മൂവി ഇറക്കിയത്. വയലൻസ് ആണ് ആ മൂവിയിൽ പ്രൊമോട്ട് ചെയ്തൊരു കാര്യം, അല്ലാതെ ആ മൂവിക്കകത്ത് കഥയല്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി. ഇപ്പോഴും ഇതിനകത്ത് ഇവർ സംസാരിച്ച് വരുന്നത്, വളർന്നു വരുന്ന തലമുറ ഇത് കണ്ടിട്ട് ഇതുപോലെ ഇതൊന്നും ചെയ്യത്തില്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പരിപാടിക്കകത്ത് ഇവർ ത്രൂ ഔട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് വിവരക്കേടാണ് ഇവർ വിളിച്ച് പറയണത്. ഒരു മൂവി കണ്ടിട്ട് അതിനകത്ത് ഈ പറയുന്ന ഡ്രസ്സിങ് ആയിക്കോട്ടെ, മേ ബി ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, അതെല്ലാവരും കോപ്പി അടിക്കുമായിരിക്കും. പിന്നെ അതിനകത്ത് കോമഡി സീൻസ്, പല കോമഡികളും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം ശരിയാണ്. പക്ഷേ എന്നും പറഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള ബ്രൂട്ടൽ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കാണിക്കാൻ ശ്രമിക്കുമോ? എനിക്കറിയത്തില്ല എന്ത് വിവരക്കേടാണ് ഇവരെല്ലാം വിളിച്ച് പറയുന്നത്. ഇത്രയും ബ്ലഡ് ഉപയോഗിച്ചൊരു സിനിമ മലയാള സിനിമയിൽ, ഈ എന്താ പറയുന്നത്, കൃത്രിമ ബ്ലഡ് ഉപയോഗിച്ച സിനിമ ഇല്ല. അങ്ങനെ പലതരത്തിൽ കഥയെക്കുറിച്ചല്ല, അഭിനയ മികവിനെക്കുറിച്ചല്ല, അല്ലെങ്കിൽ പുതിയ ഒരു പരീക്ഷണ രീതിയെക്കുറിച്ചല്ല, ഞങ്ങൾ പരമാവധി അക്രമം കാണിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ എല്ലാ ഈ പ്രചാരണ വഴികളിൽ അവർ ഉപയോഗിച്ച മാർഗ്ഗം. ഞാൻ ഈ മാർക്കോയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, സമീപകാലത്തെ സിനിമകളിൽ കണ്ട വയലൻസ് എല്ലാം എന്നെ സംബന്ധിച്ച് ഡിസ്റ്റർബിംഗ് ആണ്. അപ്പോൾ മനുഷ്യനെ സിനിമ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ മനുഷ്യനെ സിനിമ സ്വാധീനിക്കും. മനുഷ്യനെ സിനിമ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ എന്തുമാത്രം സിനിമ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ഹെയർ സ്റ്റൈലിനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ഉടുപ്പിനെ സ്വാധീനിക്കുന്നു, നമ്മൾ പറയുന്ന വർത്തമാനത്തെ, നമ്മൾ സ്വീകരിക്കുന്ന പൊളിറ്റിക്സിനെ. നമ്മുടെ പൊളിറ്റിക്സ് ചേഞ്ച് ചെയ്യുന്ന സിനിമ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. ചില പൊതുവിടങ്ങളിൽ പറയാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സിനിമ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളം വിട്ടുപോയ പല സംസ്ഥാനങ്ങളിലും ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ പോലും സിനിമയ്ക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. സിനിമ സ്വാധീനിക്കുന്നതിന്, നന്നായി മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഇന്ത്യ പോലെ രാജ്യത്ത് പല സ്വഭാവത്തിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാനും കുറച്ച് മുന്നേ പറഞ്ഞത്. അതായത് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും തമാശകൾ പറയുന്നതായിക്കോട്ടെ, ഇതെല്ലാം നമ്മളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതൊക്കെ എനിക്കതൊന്നും വലിയ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതൊക്കെ എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെയൊക്കെയുള്ള പഴയ കാലത്തെ പടത്തിലെ കോമഡികൾ, സീൻസും പല കാര്യങ്ങളും നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. എന്നും പറഞ്ഞ് എന്തിനാണ് ഈ ഒരു സാധനം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ഈ വയലൻസ് കാണിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു മൂവിയാണത്. അത് നിങ്ങൾ ആലോചിക്കുക. അത് പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾ അഭിമാനിക്കാമെന്ന ഒരു സാധനമാണത്. ഇതിനെയാണ് ഇവരെല്ലാവരും കൂടെ വന്നിരുന്ന് ചുമ്മാ അനാവശ്യമായിട്ടൊരു ചർച്ച നടത്തുക ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. വേറെ ഒരു ടോപ്പിക്കും ഇല്ല. കാര്യം ഇവർക്ക് അറിയാം ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം മാർക്കോ ആണ് എന്ന്. അപ്പം ഇവർ അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ട് വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് ഇത് പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റായി എന്നുള്ളൊരു കാര്യം ഇവർക്ക് പറയേ വേണ്ട. ഇവർ പറയുന്നത് വയലൻസ് നമുക്ക് വേണ്ട, എന്തിനാണ് നമ്മൾ വയലൻസ് എല്ലാവരും കൂടെ ആഘോഷിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അത് സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിൽ കാണേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ വയലൻസിനെ ഇങ്ങനെ നമ്മളതിൻ്റെ പീക്കിലെത്തിക്കുകയും അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും അതിനെ ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ അജിംസ് പറഞ്ഞ പോലെ പഠനങ്ങളുണ്ടാവും. പക്ഷേ ആളുകളുടെ വയലൻസിൻ്റെ ഒരു പരമാവധി കണ്ട്, അതിൽ ഇരകൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ ഒരു തീവ്രത കണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യരും ഉണ്ടാവാം. പക്ഷേ ഇത് നോക്കൂ, ഈ സിനിമ, ഇപ്പോൾ അവസാനത്തെ സിനിമ മാർക്കോ, ആ സിനിമ വയലൻസാണ് പരമാവധി. വയലൻസിന് എന്ത് ചെയ്യുന്ന വീരപരിവേഷം കൊടുക്കുകയാണ്, ഗ്ലോറിഫൈ ചെയ്യാണ്. എന്ന് മാത്രമല്ല അടുത്ത രണ്ടാം ഘട്ടം ഇതിനേക്കാൾ വയലൻസിൽ കൊണ്ടുവരാൻ പോകുന്ന ആവേശത്തോടെ പറയുകയാണ് അതിൻ്റെ സംവിധായകൻ ഇപ്പോൾ അതുണ്ടാക്കിയ ആൾ. ആ വയലൻസ് ഉണ്ടായതുകൊണ്ടാണ് ഈ പടം ഇപ്പം ഏകദേശം 100 കോടി അടുപ്പിച്ച് നേടാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ആ വയലൻസ് ആണ് ഈ മൂവി ചർച്ച ചെയ്യപ്പെടാനായിട്ടുള്ള കാരണം. ആ വയലൻസ് ആണ് ആൾക്കാരെല്ലാവരും കൂടെ എൻജോയ് ചെയ്തൊരു സാധനം തിയേറ്ററിൽ പോയിട്ട്. അത് കാണാൻ മനക്കെട്ടി ഉള്ളവർ കണ്ടാൽ മതിയുടെ, നിർബന്ധമില്ല, അത്രയേ ഉള്ളൂ. ആ ഒരു സാധനമല്ലേ അപ്പോൾ അവരത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അല്ലാതെ ആ മൂവിയുടെ കഥ എടുത്ത് വെച്ച് പ്രൊമോട്ട് ചെയ്തായിരുന്നെങ്കിൽ അതിനകത്ത് ഒരു തേങ്ങയും കിട്ടത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. അത് ബോധം വിവരമുള്ള എല്ലാവർക്കും അറിയാം. കാര്യം നമ്മളെല്ലാവരും ആ മൂവി കണ്ടത് എന്താണ്? അതിനകത്ത് വയലൻസ് സീൻ കാണാനാണ്. പ്രത്യേകിച്ച് കില്ലെന്ന് പറയുന്നൊരു മൂവി, പല ആൾക്കാരും ആ മൂവി ഇരുന്ന് കണ്ടത് ആ ഒരു ട്രെയിനിലെ സീൻസ് മാത്രമാണ്, അല്ലേ? അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതേപോലെ ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് RDX എന്ന് പറയുന്നൊരു മൂവി, അതിനകത്ത് ഇടി എന്ന് പറയുന്നൊരു സാധനം, അതായത് അമ്മാതിരി ഇടിയായിരുന്നു ആ ഒരു മൂവിക്ക് അത് കാണിച്ചത്. അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള വയലൻസും ഇടിപ്പടമൊക്കെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എന്തായാലും ഏറ്റെടുക്കും. KGF എന്ന് പറയുന്ന മൂവി എന്തൊരു വയലൻസ് ആയിരുന്നു, ഇത് ജനങ്ങൾ ഏറ്റെടുത്തില്ലേ? എത്രയോ കോടി രൂപ നേടിയൊരു പടമാണത്. അപ്പോൾ എന്ന് വെച്ചാൽ വയലൻസിനെ പൊതുസ്വീകാര്യതയുള്ളൊരു സംഗതിയാക്കുക, അതിനെ ഹീറോയിക് ആക്കുക എന്ന് വെച്ചാൽ
അത് ആളുകളെ എത്ര സുഖകരമായിരിക്കും സ്വാധീനിക്കാമെന്ന് എനിക്ക് സംശയമാണ്. ഞാൻ വീണ്ടും പറഞ്ഞ പോയിന്റ് ഇതാണ്, ഞങ്ങളുടെ സിനിമയിൽ പരമാവധി അക്രമമുണ്ട് എന്ന് മാത്രം പറയുക, വേറൊന്നും പറയാതെ അത് പ്രചരിപ്പിക്കുക, അതൊരു കീ സ്ട്രാറ്റജി ആക്കി എടുത്താൽ അത് കുഴപ്പമാണെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഇത്തരം സിനിമകളൊക്കെ കാണും മനുഷ്യന്മാരെന്താ വിചാരിക്കുക, ധാർമ്മികമായ ഒരു പോരാട്ടത്തിൽ അക്രമത്തിൻ്റെ കൊടിയ വയലൻസിൻ്റെ വഴിയെടുക്കുന്നതിന് തെറ്റില്ല എന്ന് മനുഷ്യരെ ചിന്തിപ്പിക്കാൻ ഒരു പക്ഷേ ഇതൊക്കെ ഉപകരിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പോയിന്റ് എൻ്റെ തികച്ചും വ്യക്തിപരമാണ്. അപ്പോൾ ഈ മാർക്കോയെ മാത്രം വെച്ചിട്ട് നമ്മളത് അഭിപ്രായം പറയുന്നത് മാർക്കോ ആരാധകർ വിചാരിക്കാൻ വേണ്ട. എൻ്റെ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ഏകദേശം 11 മിനിറ്റ് കണ്ടടുപ്പിച്ച് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇതിൽ പകുതി മാർക്കോ എന്ന് പറയുന്ന ഒരു മൂവിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ റൈഫിൾ ക്ലബിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. മാർക്കോ എന്ന് പറയുന്ന മൂവിയുടെ വയലൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം. അതിപ്പോൾ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ നിന്ന് മാറ്റണം. അതിനിയിപ്പം ആരും ആ മൂവി പോയി കാണരുത്. അതിൽ അത്രയ്ക്കും വയലൻസ് ആണ് നടക്കുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് വയലൻസ് കണ്ട് കുട്ടികൾ നാളെ ഇതുപോലെ ചെയ്യത്തില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നുള്ള രീതിയിലാണ് നിങ്ങളെല്ലാവരും സംസാരിക്കുന്നത്. അത് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ബുദ്ധിയും ബോധവും ഉണ്ടെന്ന്. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് റിയൽ ലൈഫിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അവന്മാർക്ക് എന്തെങ്കിലും മാനസിക രോഗമാണെന്നേ പറയാവൂ. കാര്യം സിനിമയുടെ രീതി കാണുക, അല്ലാതെ ഇത് വളരെ പേഴ്സണലി നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലും കൊല്ലുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ മൂവിയിൽ കണ്ടത് ശരിക്കുള്ള ബ്ലഡ് ആയിട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. അതെല്ലാം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഈ പ്രത്യേകിച്ച് ഈ കൈ ഒടിയുന്ന സീനുകളായാലും എല്ലാം. അപ്പം നിങ്ങളുടെയൊക്കെ സംസാര രീതികൾ കണ്ടു കഴിഞ്ഞാൽ ആ മൂവിയിൽ ശരിക്കും ആരും റിയലായിട്ട് കൊന്നു, റിയലായിട്ടുള്ള ചോരയാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും. എൻ്റെ ഇതിലുള്ള അഭിപ്രായം, എൻ്റെ സിനിമയിൽ വയലൻസ് ഉണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സിനിമകൾ നമുക്കത്ര ശുഭകരമായ സിനിമയല്ല. നിങ്ങൾ നല്ല സിനിമ ഉണ്ടാക്കുക. വയലൻസിനെ, അക്രമത്തെ, ചോരയെ കച്ചവട മാർഗമാക്കുന്നത് ഒരു നല്ല ട്രെൻഡല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. യെസ്, എന്തായാലും സിനിമകൾ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. അത് പോസിറ്റീവായും നെഗറ്റീവായും അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് എന്നത് ഉറപ്പ് തന്നെയാണ്. സിനിമകളിൽ കഥയ്ക്ക് യോജിച്ച ഇതുപോലെയുള്ള അക്രമ സീനുകൾ തെറ്റില്ലെന്ന് പറയാം. പക്ഷേ അക്രമം മാത്രം ഒരു പ്രമേയമാക്കിക്കൊണ്ട് സിനിമകൾ വരുമ്പോൾ അതിൽ തെറ്റുണ്ട് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. കഥയ്ക്കനുസരിച്ചുള്ള അക്രമം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ലാതെ അക്രമം കാണിച്ചാലാണ് പ്രശ്നം. എല്ലാം ഒന്ന് തന്നെയല്ലേ. ഈ പറയുന്നതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളോടാണ് പുച്ഛം തോന്നുന്നത്. ഈ ഓരോ പുറത്തെ ലാംഗ്വേജിൽ തെലുങ്കിലേക്ക് പോയി റിവ്യൂസ് നിങ്ങൾ എടുത്ത് നോക്കണം. എത്ര നല്ല രീതിയിലാണ് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് അവർ സംസാരിച്ചിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലെ റിവ്യൂസ് എടുത്ത് നോക്ക്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷുകാരുടെ റിവ്യൂസ് കാണണമെങ്കിൽ അതും എടുത്ത് നോക്ക്. അവരൊക്കെ ഈ ടീസറൊക്കെ എടുത്ത് വെച്ച് ഈ മൂവിയുടെ റിയാക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് അതിലും വലിയൊരു വിഷമം തോന്നുന്നത്. എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.